എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ജീൻ പാർട്ട് 2. ഈ സെഷനിൽ ജീൻ കൺസെപ്റ്റിന് ഏതൊക്കെ രീതിയിൽ സ്ട്രക്ചറൽ ആസ്പെക്ട്സിനെ ബേസ് ചെയ്ത് എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ജീൻ രണ്ട് കോണ്ടസ്റ്റുകളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ആൻഡ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. 4 മോഡൽസ് ഉപയോഗിച്ചിട്ട് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ നമ്മൾ അനലൈസ് ചെയ്തു. ഇനി ബേസ്ഡ് ഓൺ സ്ട്രക്ചർ മോഡൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അനലൈസ് ചെയ്യേണ്ടത്. 2 മോഡൽസ് ആണ് ഇതിനകത്ത് വരുന്നത്. ബീഡ്സ് ഓൺ സ്ട്രിംഗ് കൺസെപ്റ്റ്, ദെൻ കോലിനിയാരിറ്റി ബിറ്റ്വീൻ കോഡിംഗ് സീക്വൻസ് ഓഫ് എ ജീൻ ആൻഡ് ഇറ്റ്സ് പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ്. ആദ്യത്തെ കൺസെപ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ മോഡൽ ബീഡ്സ് ഓൺ സ്ട്രിംഗ് കൺസെപ്റ്റ് ഓർ മോഡൽ. ഇത് തോമസ് ഹണ്ട് മോർഗനൊക്കെയാണ് കൂടുതലും പ്രപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത്. Prior to 1940, genes in a chromosome were considered similar to beads on a string. ഒരു നൂലിനകത്ത് കോർത്ത മുത്തുകൾ പോലെയാണ് ക്രോമസോമുകളിൽ ജീൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ കൺസെപ്റ്റ് പറയുന്നത്. 1940 മുമ്പ്, അതായത് ആ കാലഘട്ടങ്ങളിൽ DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. 1960 ആ കാലഘട്ടത്തിലാണ് DNA സ്ട്രക്ചർ പ്രോപ്പറായിട്ട് ഡിസ്കവർ ചെയ്യപ്പെടുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് വന്ന ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് മാത്രമേ ഉള്ളൂ, ഡിസ്കാർഡ് ചെയ്യപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. റീകോമ്പിനേഷനിൽ കൂടുതൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് തോമസ് ഹണ്ട് മോർഗൻ. അദ്ദേഹം ഈ ബീഡ്സ് ഓൺ സ്ട്രിംഗ് കൺസെപ്റ്റിനകത്ത് റീകോമ്പിനേഷണൽ ആസ്പെക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റീകോമ്പിനേഷൻ വാസ് ബിലീവ് ടു ഓക്കർ ഓൺലി ബിറ്റ്വീൻ ജീൻസ്, നോട്ട് വിത്തിൻ ജീൻസ്. ഇതാണ് ഈ കൺസെപ്റ്റ് റീകോമ്പിനേഷനെ ബേസ് ചെയ്ത് പറയുന്ന എക്സ്പ്ലനേഷൻ. അതായത് ബിറ്റ്വീൻ ജീൻസ് റീകോമ്പിനേഷൻ പോസിബിൾ ആണ്. ഒരു ജീനിനകത്ത് തന്നെ പല സൈറ്റ്സിൽ റീകോമ്പിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആസ് എ ഹോൾ ഒരു ജീന് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അതിനകത്തുള്ള പോർഷൻസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. പക്ഷേ മോഡേൺ സയൻസ് അല്ലെങ്കിൽ ജെനറ്റിക്സ് പറയുന്നത് ഇൻഡിവിജ്വൽ ജീൻസിനകത്ത് തന്നെ മ്യൂട്ടേഷണൽ ഓർ റീകോമ്പിനേഷണൽ സൈറ്റ്സ് ഉണ്ട്. റീകോമ്പിനേഷൻ സൈറ്റ്സിന് പറയുന്ന പേരാണ് റെക്കോൺ എന്ന്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ റെക്കോൺസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഒരു ജീനിനകത്ത് തന്നെ റീകോമ്പിനേഷൻ നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് മാത്രമേ ഉള്ളൂ, ഡിസ്കാർഡ് ചെയ്ത കൺസെപ്റ്റാണ്. ഇനി രണ്ടാമതാണ് കോലിനിയാരിറ്റി ബിറ്റ്വീൻ കോഡിംഗ് സീക്വൻസ് ഓഫ് എ ജീൻ ആൻഡ് ഇറ്റ്സ് പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ്. ജീൻ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ കൺസെപ്റ്റ്. The genetic information is stored in linear sequence of nucleotide pairs in DNA. DNAയുടെ സ്ട്രക്ചറൽ ഫങ്ഷണൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് പെയർസ് ആണ്. DNA is a polymer of nucleotides. അപ്പോൾ ജനറ്റിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് DNA-ക്കകത്തുള്ള ഈ ലീനിയർ ന്യൂക്ലിയോടൈഡ് പെയർ സീക്വൻസുകളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. Transcription and translation converts this genetic information into linear sequences of amino acids in polypeptides. മോഡേൺ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ജീൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോളിപെപ്റ്റൈഡ് സിന്തസിസ് ആണ്. പ്രോട്ടീൻ കോഡിംഗ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് കോഡിംഗ് ജീൻസ് പോളിപെപ്റ്റൈഡിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആണ്. ജനറ്റിക് ഇൻഫർമേഷൻ ഈ ന്യൂക്ലിയോടൈഡ് പെയർസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ട്രാൻസ്ലേഷൻ വഴി പോളിപെപ്റ്റൈഡിനകത്തുള്ള അമിനോ ആസിഡ് സീക്വൻസ് ആയിട്ട്, ലീനിയർ സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ സെൻട്രൽ ഡോഗ്മയുടെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. DNA-ക്കകത്തുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് DNA-ക്കകത്ത് സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്ന കോഡിംഗ് റീജിയൻസ് ഉണ്ട്. ആ കോഡിംഗ് റീജിയൻസിനുള്ള ജനറ്റിക് ഇൻഫർമേഷൻ RNA കോഡ്സ് ആയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ വഴി കൺവേർട്ടഡ് ആവുന്നു. പിന്നീട് ട്രാൻസ്ലേഷൻ വഴി അത് റൈബോസോംസ് റീഡ് ചെയ്ത് 1 by 1 ആയിട്ട് ആ കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പോളിപെപ്റ്റൈഡ് സിന്തസൈസ് ചെയ്യപ്പെടുന്നു. The nucleotide pair sequence of the coding regions of the structural genes and the amino acid sequence of polypeptides that they encode are collinear. ഒരു സ്ട്രക്ചറൽ ജീനിനകത്തുള്ള ന്യൂക്ലിയോടൈഡ് പെയർ സീക്വൻസ്, അതായത് അതിനകത്തുള്ള കോഡിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് അത് ഏത് പോളിപെപ്റ്റൈഡിനാണോ കോഡ് ചെയ്യുന്നത്
ആ പോളിപെപ്റ്റൈഡിനകത്തുള്ള അമിനോ ആസിഡ് സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവ രണ്ടും, അതായത് ജീൻസിനകത്തുള്ള കോഡും പോളിപെപ്റ്റൈഡിനകത്തുള്ള അമിനോ ആസിഡ് സീക്വൻസും അത് രണ്ടും കോലീനിയർ ആയിരിക്കും. ഇതാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ജീൻ എക്സ്പ്രഷൻ്റെ പാറ്റേൺ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു DNA സെഗ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സ്ട്രക്ചറൽ ജീനാണ്, അതായത് ജനറ്റിക് ഇൻഫർമേഷൻ കോഡിംഗ് സീക്വൻസ് ഉള്ള DNAയുടെ സെഗ്മെൻ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. DNAക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ട്, 5 to 3, then 3 to 5. ഇതിനകത്ത് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഉണ്ടാവുന്ന mRNA 5 to 3 ഡയറക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3 to 5 ഡയറക്ഷനിലുള്ള ഈ താഴെയുള്ള സ്ട്രാൻഡാണ്. ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഇതിനകത്തുള്ള ട്രിപ്ലെറ്റ് കോഡ്, അതായത് ഈ DNA സെഗ്മെൻറ്റിനകത്തുള്ള ട്രിപ്ലെറ്റ് കോഡിനെ mRNA കോഡ്സ് ആയിട്ട് ഇവിടെ കൺവേർട്ടഡ് ആവും. അതായത് ഇവിടെയുള്ള GCAക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ CGU എന്ന് പറയുന്ന കോഡ് ഉണ്ടാവും. അതാണ് ഫസ്റ്റ് കോഡോൺ എന്ന് പറയുന്നത്. ഇത് DNA കോഡോൺ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RNA കോഡോൺ ആണ് ഇവിടെ കാണുന്നത്. ഇനി സെക്കൻഡ് കോഡോൺ നമ്മൾ നോക്കുവാണെങ്കിൽ CCT എന്ന് പറയുന്ന കോഡോൺ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് GGA എന്ന് പറയുന്ന RNA കോഡോൺ ഇവിടെ ഉണ്ടാവുന്നു. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഫസ്റ്റ് കോഡോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡാണ് പോളിപെപ്റ്റൈഡ് ചെയിനിൽ ആദ്യമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് GCAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RNA കോഡ് CGU, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡാണ് ആർജിനിൻ. ദെൻ രണ്ടാമത്തതാണ് CCT എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RNA കോഡാണ് GGA, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡാണ് ഗ്ലൈസീൻ. അപ്പോൾ ഫസ്റ്റ് കോഡോണിന് കറസ്പോണ്ടിങ് ആയിട്ട് പോളിപെപ്റ്റൈഡ് ചെയിനകത്ത് ഫസ്റ്റ് അമിനോ ആസിഡ് ആഡ് ചെയ്യപ്പെടും. സെക്കൻഡ് കോഡോണിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് അമിനോ ആസിഡ് ആഡ് ചെയ്യപ്പെടും. തേർഡിന് കറസ്പോണ്ടിങ് ആയിട്ട് തേർഡ് അമിനോ ആസിഡ് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ പോളിപെപ്റ്റൈഡ് ചെയിന് ഇങ്ങനെ 1 by 1 ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. അത് അതിൻ്റെ ടെർമിനേഷൻ സീക്വൻസ് വരെ പോകും. അപ്പോൾ ഒരു DNA കോഡ് ചെയ്യുന്ന റീജിയൻ്റെ അല്ലെങ്കിൽ ഒരു കോഡിംഗ് സീക്വൻസ്, സ്ട്രക്ചറൽ ജീൻ്റെ കോഡിംഗ് പോർഷന്, അതിനകത്തുള്ള ജനറ്റിക് കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ അകത്തുള്ള അമിനോ ആസിഡ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോഡിംഗ് സീക്വൻസും പോളിപെപ്റ്റൈഡ് ചെയിനിലുള്ള അമിനോ ആസിഡ് സീക്വൻസും പരസ്പരം കോലീനിയർ ആയിരിക്കും. ദ ഫസ്റ്റ് 3 ബേസ് പെയർസ് ഓഫ് ദ coding sequence of a gene specify the first amino acid of the polypeptide. The next 3 base pairs specify the second amino acid, and so on in a systematic way. This is called collinearity between coding sequence of a gene and its polypeptide product. ഇപ്പോൾ 2 കോണ്ടസ്റ്റുകളാണ് എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ജീൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബീഡ്സ് ഓൺ സ്ട്രിങ് കൺസെപ്റ്റ് അത് ഡിസ്കാർഡ് ചെയ്യപ്പെട്ട കൺസെപ്റ്റാണ്. ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ മാത്രം നമ്മളതിനെ ഒന്ന് അനലൈസ് ചെയ്താൽ മതി, ഓർത്തിരുന്നാൽ മതി. രണ്ടാമത്തതാണ് കൊലിനിയാരിറ്റി ബിറ്റ്വീൻ കോഡിംഗ് സീക്വൻസ് ഓഫ് എ ജീൻ ആൻഡ് ഇറ്റ്സ് പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ്. ഇത് കൊണ്ട് നമ്മൾ എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ജീൻ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഫങ്ഷണൽ ആസ്പെക്റ്റിനെയും ബേസ് ചെയ്ത്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ആസ്പെക്റ്റിനെയും ബേസ് ചെയ്ത് എന്തൊക്കെ റിവിഷൻസ് ആണ് കൺസെപ്റ്റ് ഓഫ് ദ ജീനിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്.